മുന്നേ ഞാൻ ഈ ഒരു റൈസിൻ്റെ റെസിപ്പി ഇട്ട സമയത്ത് നിങ്ങളുടെ അടുത്ത് പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലും പേരും പറഞ്ഞിട്ടുള്ളത് ബിന്ദി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ബിരിയാണിയുടെയും മന്തിയുടെയൊക്കെ എളാപ്പമൂത്ത അപ്പായിട്ട് വരുന്ന ഈ ഒരു ബിന്ദി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടാൽ 3 കപ്പ് ഗോൾഡൻ ബസ്മതി റൈസ് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ 5 ലിറ്ററിൻ്റെ കുക്കറിൽ 3/4 കിലോ ചിക്കനും അതിലേക്ക് ചെറിയൊരു പിടി പുതിന ഇല, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും, പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അറബിക് മന്തി മസാല പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടില്ല, അത് 2 ടേബിൾ സ്പൂണും ബിരിയാണി മസാല വാങ്ങിക്കാൻ കിട്ടില്ല, അത് 2 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഒരു ഡ്രൈ ലെമണും സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പൂ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കറിൽ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് റൈസ് ഒരു 1/4 വേവാകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളത്തോട് കൂടെ തന്നെ ഊറ്റിയിട്ട് ആ ഒരു നേരെ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ പച്ചമുളക് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവേ വേവിച്ചെടുക്കാം. പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഇനി ഒരു ഫ്രൈ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം നമ്മുടെ റൈസ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന നെയ്യും കൂടെ അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ കിട്ടില്ല റൈസ്. ലാസ്റ്റ് ആ നെയ്യിൻ്റെ ഫ്ലേവർ കൂടെ വരുമ്പോൾ അടിപൊളിയാണ്.